ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ കണ്ടു. ഖാദർ കരിപ്പൊടിയെ വീഡിയോ കണ്ട് പരിചയമുണ്ട് എന്നതിനപ്പുറം വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല, മുൻപരിചയവുമില്ല. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. അദ്ദേഹത്തോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാകും. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാമൂഹ്യ പ്രശ്നം എന്ന് നമുക്ക് കൃത്യമായി വിളിക്കാവുന്ന ഒരു വിഷയം, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് അംബികാസുധൻ മാങ്ങാട് എഴുതിയ എൺമക്കജെ എന്ന് പറയുന്ന നോവൽ നമ്മൾ നിർബന്ധമായും വായിച്ചിരിക്കണം. ഇത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇതൊരു നാടിനോടുള്ള മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പലപ്പോഴും കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ജില്ലയെ രണ്ടാം തരമായാണ് ആളുകൾ പരിഗണിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രകൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു കേന്ദ്രം എന്നതിനപ്പുറം, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരിടം എന്നതിനപ്പുറം ഒരു പരിഗണനയും കാസർഗോഡിന് കാലങ്ങളായി ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് തെളിവ് സഹിതം ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. ഖാദർ കരിപ്പൊടി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയം തന്നെ നോക്കും. കാലങ്ങളായി ഒരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് ഇന്നും അത് പ്രവർത്തനക്ഷമമായി ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? കാസർഗോഡിലെ ജനങ്ങൾ മുഴുവനും സമീപ ജില്ലയായ കണ്ണൂരിനെയോ അതിലേറെ സമീപ സംസ്ഥാനമായ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന മംഗലാപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെയോ ആശ്രയിക്കണമെന്നത് ആരുടെ താല്പര്യമാണ്? ആരാണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്? അതിലേറെ വേദനിപ്പിക്കുന്നത്, ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രൂരമായ നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതെവിടെയും ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഈ ചർച്ചയെ ഏറ്റെടുക്കുന്നില്ല. രാഷ്ട്രീയക്കാരുടെ ഒരു മണ്ഡലത്തിലും ഇതൊരു ചർച്ചാ വിഷയമേ ആകുന്നില്ല. ആരാണ് ഇവരെയൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? ഇതൊരു ചോദ്യമല്ല. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, നിങ്ങൾക്ക് ഇത് നിഷേധിക്കാം. പക്ഷേ കൃത്യമായ തെളിവുകൾ നിരത്തിയാകണം അത്. നിങ്ങൾ ആരാലും പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് തൻ്റെ ഇടത്തോടെ നട്ടെല്ല് നിവർത്തി നിന്ന് നിങ്ങളുടെ നാടിന് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇന്നും അത് പ്രവർത്തനയോഗ്യമായി മാറാത്തത്? ഈ സമരം ഈ നാടിൻ്റെതാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളും നമ്മുടെ നാട് നേരിടുന്ന ഈ പ്രശ്നത്തിന് വേണ്ടി മുമ്പിലുണ്ടാകണം. ഇതൊരു പ്രശ്നം മാത്രമാണ്. ഇതിലേറെ വലിയ പ്രശ്നങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ നാട്ടുകാരാണ് ഇതിന് മുമ്പിൽ ഉണ്ടാവേണ്ടത്.